ആപ്കി അദാലത്തിൽ AIMIMന്റെ ചീഫ് അസദുദ്ദീൻ ഓവൈസിയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം സർക്കാരിന്റെ മുന്നിൽ തലകുനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ മീഡിയയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, അദ്ദേഹം 16 പ്രാവശ്യമാണ് പറഞ്ഞത് ഞാൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി, തടഞ്ഞു നിർത്തി, പിന്നെ ട്രേഡ് ഡീൽ വെച്ച് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയെന്നും അദ്ദേഹം പറയുന്നു. ആദ്യത്തെ കാര്യം, ഡൊണാൾഡ് ട്രംപിന് വിവരമില്ല. സോ ഞാൻ ഇത്ര ദിവസവും താക്കീത് നൽകുന്നത് പോലെ ഞാൻ സമാധാനത്തിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. കാരണം നമുക്ക് US-ഉമായി ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അദ്ദേഹവുമായി അരമണിക്കൂർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഫോറിൻ സെക്രട്ടറിയുടെ വീഡിയോ വന്നു. അതിനുശേഷവും ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ തുടർച്ചയായ അദ്ദേഹം ഇതാണ് പറയുന്നത്, ഞാനാ നിർത്തിയത് എന്ന്. അല്ല, എന്താ ഇത് 135 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ്. ആർക്കെങ്കിലും നമ്മോട് ഒന്ന് പറയാൻ പറ്റുമോ ഞാനാണ് തടഞ്ഞതെന്ന്? എവിടെ വെച്ച് നിങ്ങൾ തടഞ്ഞു? ട്രേഡ് ഡീൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ട്രേഡ് ഡീൽ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കും നന്മയുണ്ടാകണം, എല്ലാവർക്കും നന്മയുണ്ടാകണം. ഇന്ത്യയിൽ നടക്കുന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നടക്കുന്നതിനേക്കാളും അധികമാണ്. ഒരു ട്രേഡ് ഡീൽ വെച്ച് ഒരു ഗവൺമെന്റിനും ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് നടക്കാനും പോകുന്നില്ല. നമ്മൾ എന്തിനാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിയത്? നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കാൻ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീരുമാനം നമ്മൾ എടുക്കും. ഇതിനൊക്കെ എന്താ പറയുക? ഒരുപക്ഷെ ട്രംപ് ഇങ്ങനെ വിചാരിച്ചു എങ്കിൽ, അദ്ദേഹമാണ് കൺട്രോൾ ചെയ്തതെന്ന് വിചാരിച്ചാൽ അത് തെറ്റായ ആശയമാണ്. പാകിസ്ഥാനുമായുള്ള US ട്രേഡ് വെറും $4 ബില്യൺ. ഇന്ത്യയുമായി അമേരിക്കയ്ക്കുള്ള ട്രേഡ് $180 ബില്യൺ. ഒരുപക്ഷെ ബൈലാറ്ററൽ ട്രീറ്റി സംഭവിച്ചാൽ ബൈലാറ്ററൽ ട്രീറ്റിയിൽ $500 ബില്യൺ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്ക് $5 ബില്യൺ വേണോ അല്ല $500 ബില്യൺ വേണോ? പക്ഷെ ഒന്ന് മാത്രം നന്നായി നമുക്കറിയാം, അവർക്കിടയിൽ എന്തോ ഒരു ക്രിപ്റ്റോ കണക്ഷൻ ഉള്ളതുപോലെയുണ്ട്. അതുകൊണ്ടാണ് അവർ വായി തോന്നിയതെല്ലാം സംസാരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഫയറിംഗ് നിർത്തിയപ്പോൾ സജഷൻ നൽകി. എന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തെ ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യണം. അല്ലാതെ ട്രംപ് വഴി ലോകം മുഴുവനും അറിയാൻ പാടില്ല. നമ്മുടെ സർക്കാരാണ്, നമ്മുടെ രാജ്യമാണ്. നമ്മൾ അറിയുന്നത് അമേരിക്കയിൽ നിന്നാണ് ഞാനാണ് സ്റ്റോപ്പ് ചെയ്യിച്ചത് എന്ന്. അങ്ങനെ അമേരിക്ക എന്താ ചെയ്തത്? അങ്ങനെ ഒരുപക്ഷെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രംപിനോട് ചോദിക്കും, ആദ്യം പാലസ്തീന ജനങ്ങളെ ആക്രമിക്കുന്നത് നിർത്തൂ. ഒരുപക്ഷെ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം നിർത്തൂ, ഉക്രൈൻ റഷ്യ യുദ്ധം നിർത്തൂ. ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തോ ഭ്രാന്താണ് ഇത്. അപ്പോ നമ്മുടെ ആൾക്കാരും അങ്ങനെ പറയുന്നവരുണ്ടല്ലോ, നരേന്ദ്ര സാർ സറണ്ടർ ആയിരുന്നു. അല്ല, അദ്ദേഹം പാർട്ടി ഹെഡാണ്. പാർട്ടിയിൽ ഒരുപാട് കഴിവുള്ളവരുണ്ട്. എനിക്ക് അത്ര യോഗ്യതയല്ല അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ. പക്ഷേ അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. പിന്നെ എന്റെ കംപ്ലൈന്റ് ഒന്ന് മാത്രമാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അനൗൺസ്മെന്റ് നൽകണമായിരുന്നു. ഞാൻ ഇക്കാര്യം വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അഹങ്കാരമാണ്, അഭിമാനമാണ് നമ്മുടെ രാജ്യത്തെ ഫോഴ്സസിനെ കുറിച്ച് ഓർക്കുമ്പോൾ. അവരെല്ലാവരും വളരെ ധൈര്യത്തോടെ, പ്രധാനമായും അതായത് 8-9 രാത്രിയിൽ, പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗുജറാത്ത് പാകിസ്ഥാൻ ബോർഡറിൽ, രാജസ്ഥാൻ പാകിസ്ഥാന്റെ ബോർഡർ, പഞ്ചാബ്, കാശ്മീർ, പാകിസ്ഥാൻ അവരുടെ സേനയെ മൊത്തം കൊണ്ടുവന്ന് നിർത്തി. പിന്നെ നമ്മുടെ മിലിറ്ററി, എയർഫോഴ്സ് എല്ലാവരും വളരെ വിദഗ്ധമായി അവരെ തടഞ്ഞു വെച്ചു എന്ന് വേണം പറയാൻ. സോ ഇതിലെനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അവർ നൽകുന്നുണ്ട്, ഗവൺമെന്റും മറ്റുള്ളവരും. ആക്ച്വലി ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ പാകിസ്ഥാൻ വീണ്ടും വാലാട്ടിയാൽ അതിനവർക്ക് കിട്ടുന്ന പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. പിന്നെ ട്രംപ് സാറ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം വെറുതെ പറയുക മാത്രമല്ല, ജനറൽ മുനീറിനെ അവിടേക്ക് വിളിച്ച് ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ നന്നായിട്ട് സ്വീകരിച്ചു. നോക്കൂ, ഒരുപക്ഷെ ആസിഫ് മുനീർ അവിടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിത് മനസ്സിലാക്കണം, അമേരിക്ക ആർക്കും ഫ്രീ ലഞ്ച് നൽകില്ല. സോ അദ്ദേഹത്തിൽ നിന്നും, ആസിഫ് മുനീറിൽ നിന്നും അവര് ഡബിളായിട്ട് തിരിച്ചു വാങ്ങും. പിന്നെ അത് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഇറാന്റെ ബോർഡർ ഉണ്ടല്ലോ, അവിടെ അവർ എന്തോ ചെയ്യാൻ പോകുന്നു എന്നാണ് അർത്ഥം. അത് പിന്നെ എത്രയും പെട്ടെന്ന് നമുക്കെല്ലാം അറിയും. പിന്നെ ട്രംപ് US അഡ്മിനിസ്ട്രേഷൻ നോക്കണം.
ആസിഫ് മുനീറുമായുള്ള ആ ഫംഗ്ഷനിൽ US-ന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ടെററിസ്റ്റ് അദ്ദേഹത്തിന് അടുത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നു. അവിടെ അദ്ദേഹത്തെ സന്ദർശിക്കുന്നു. ഏത് ടെററിസ്റ്റിനെ കൊന്നുവോ അയാളെ US ഗവൺമെന്റ് ടെററിസ്റ്റായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ആളുകളും ആ മീറ്റിംഗിലുണ്ട്. ട്രംപ് അവരെ കാണുന്നു. ഇതെല്ലാം ട്രംപ് വേണം ആലോചിക്കാൻ. ഒരുപക്ഷെ അവർ കോംപ്രമൈസ് ആയി എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അവരിത് ജിയോ പോളിറ്റിക്സിന്റെ വീക്ഷണത്തിൽ കാണുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ടെററിസ്റ്റിന് അഗൻസ്റ്റ് ആയിട്ട് ലോകം മുഴുവൻ നമ്മൾ പോരാടണം. നമ്മൾ വിക്ടമായിരിക്കാം. സോ അവിടെ പോരാട്ടം ബലഹീനമാകും. നോക്കൂ സാർ, എപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞോ, അതായത് ഈ സീസ് ഫയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഒരു സ്പീച്ച് കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതായത് അച്ഛനായ ട്രംപിനും ചിറ്റപ്പനായ ചൈനയ്ക്കും അമ്മാനായ ടർക്കിക്കും എല്ലാവർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. അവർക്ക് എത്രമാത്രം പാകിസ്ഥാൻ ഇപ്പോൾ ഐസൊലേറ്റഡ് ആണ് എന്നത്, അവര് ചൈനയുടെ കയ്യിൽ നിന്നും റെഗുലറായിട്ട് ആംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചൈനീസ് എക്കണോമിക് കോറിഡോർ, പിന്നെ ഗഡാർ പോർട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ ഒരു പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി മാറിയിരിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ജിങ്ജാങ് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോഴും മുസ്ലിംസിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഏതൊരു പ്രൈം മിനിസ്റ്ററും കഴിഞ്ഞ 7-8 വർഷങ്ങളായി അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ആ പ്രോവിൻസിലാണ് നമ്മുടെ ലേ ലഡാക്ക് റീജിയൻ ഉള്ളത്. അതിന് തുർക്കിസ്ഥാൻ എന്ന് പറയും. അതിനെക്കുറിച്ച് സംസാരിക്കില്ല. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇവർക്ക് ചൈനയിൽ നിന്നും ഒരു CPC പ്രോജക്റ്റ് ഉണ്ട്. അതിന് ചൈനയിൽ നിന്നും കാശ് വേണം. അവർക്ക് ചൈനയുടെ കയ്യിൽ നിന്നും എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും വേണം. ചൈനയിൽ നിന്ന് ഇലക്ട്രോണിക് ഗുഡ്സ് വേണം. ഇങ്ങനെയുള്ള എല്ലാം വേണം. അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് അവര് ഇന്ത്യ എന്ന് വരുമ്പോൾ മധ്യത്തിൽ അവർ ഇസ്ലാം എന്ന പേരെടുക്കും. പക്ഷെ ചൈനയുടെ കാര്യം സംസാരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് മറക്കും. ഇപ്പൊ ടർക്കിയുടെ കാര്യം എടുക്കാം. ടർക്കി എന്താണെന്ന് വെച്ചാൽ, അവർ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുമായി സംസാരിച്ചു, അതങ്ങ് തീർത്തു. അവര് രാജ്യത്തിന് ബോംബുണ്ടാക്കും, അവിടെ തന്നെ ബോംബിടും. അവരുടെ രാജ്യത്ത് എയർഫോഴ്സ് മുഖാന്തരം ആ ഗ്രൂപ്പിന്റെ മേൽ ബോംബിടും. പിന്നെ സിറിയയിൽ ആ ഗ്രൂപ്പ്സിന്റെ മേൽ ബോംബിട്ടു. ഇതൊരു വിചിത്രമായ കൊല്യൂഷൻ പോലുണ്ട്. പക്ഷെ ഈ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഏത് പാകിസ്ഥാനെയാണോ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്, ആ പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ ഒരിക്കലും കൈവിടില്ല. അവരുടെ ഡീപ് സ്റ്റേറ്റ് ആർമി എപ്പോഴും ടെററിസ്റ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അമേരിക്കയെ വിഡ്ഢിയാക്കുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നും അവർ എല്ലാം സ്വീകരിക്കും. പിന്നെ എല്ലാം പിരിച്ച് അവർ ഹവാല ചെയ്യും. അങ്ങനെ ഗോട്ടമിലേക്ക് അയക്കും. ഒരിക്കലും പാകിസ്ഥാനിൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ എന്താ പറയുന്നത് വെച്ചാൽ, 30 വർഷങ്ങളായി ഞങ്ങൾ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള തീവ്രവാദവും വൃത്തികെട്ട കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നു. തീവ്രവാദത്തിന് ഞങ്ങളൊരു വിക്ടമാണെന്നാണ് അവർ പറയുന്നത്. ഇപ്പോ നിങ്ങൾ തന്നെ പറയുന്നു അവർ നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെ വിക്ടമാവും? നിങ്ങൾ വെറും അവരുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ പ്രസ്താവന ഇത് നന്നായി വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഹയസ്റ്റ് ബിഡറിന് വേണ്ടി അവർ അഭിമാനം വിൽക്കാൻ തയ്യാറാണ്. അവരത് വിറ്റുകഴിഞ്ഞു. ആരെ നിങ്ങൾ കൊന്നുവോ അവരെന്താ മുസ്ലിംസ് അല്ലേ? ആർക്കാണോ നിങ്ങൾ പെർമിഷൻ നൽകിയത് ഈ ഡ്രോൺ അറ്റാക്കിന്? ഏത് US പ്രസിഡന്റ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ട്രൈബൽ ഏരിയയിൽ മുസ്ലിംസ് അല്ലേ ഉണ്ടായിരുന്നത്? സോ ഇത് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് എല്ലാം നടത്തുന്നത്. ആരായിരുന്നാലും ശരി, അവർക്ക് ആർമി സപ്പോർട്ടും ഉണ്ട്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാന് ബുദ്ധി ഉദിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവരിനിയും തീവ്രവാദി ആക്രമണം നടത്തില്ലെന്ന് ഉറപ്പുണ്ടോ? അല്ലല്ല, അവർക്ക് ഇനിയും ബുദ്ധി ഉണ്ടാവില്ല. പാകിസ്ഥാന്റെ ആർമി അവരുടെ രാജ്യത്തെ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നുവോ, പിന്നെ അവിടെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഇടം നൽകുന്നുവോ, അതുവരെ അവർ നന്നാവില്ല. അവിടെ നോക്കിയാണെങ്കിൽ ഹഫീസ് സയ്യദ്, മസൂദ് അസർ, ലഖ്വി ഇവരൊക്കെ റോഡിൽ സാധാരണ ആൾക്കാരെ പോലെ സഞ്ചരിക്കുകയാണ്. അവർ വീണ്ടും അവരുടെ പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവർ നന്നാവുന്നത്? എങ്ങനെ അവരെ ശരിയാക്കാൻ സാധിക്കും? ഇവർക്ക് മുൻപ് തന്നെ FATF-ന്റെ ഗ്രില്ലീസ് മെന്നെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരണം. ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് വന്നാൽ
അവർക്ക് എത്രയാണ് പണം IMF-ൽ നിന്ന് അല്ല മറ്റുള്ള കൺട്രീസിൽ നിന്നും വരുന്നത്? അതിലൊരു റെഗുലേഷൻ ഉണ്ടാകും, മോണിറ്ററിംഗ് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ടെററിസത്തിന് വേണ്ടി എങ്ങോട്ടൊക്കെ കാശ് പോകുന്നു അതൊക്കെ ഇല്ലീഗലായിട്ടാണ് പോകുന്നത്. 2018 മുതൽ 20 വരെ പാകിസ്ഥാൻ FTF-ൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മുംബൈയുടെ 9/11 അതിന്റെ ട്രയൽ സ്റ്റാർട്ടായത്. സാജിദ് മീർ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ പാകിസ്ഥാൻ മരിച്ചതായി അനൗൺസ് ചെയ്തു. പാകിസ്ഥാന്റെ പേര് FATF-ലേക്ക് വന്നതും ഉടൻ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു അദ്ദേഹം ജീവനോടെയാണ് ഉള്ളത് എന്ന്. മരിച്ച ആളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കോടതിയിൽ നിന്നും ശിക്ഷയും ലഭിച്ചു. സോ FATF ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കോൺസ്റ്റന്റ് ആയി നമ്മൾ വിജിലന്റ് ആയി ഇരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഈ രാജ്യത്ത് ഡീസ്റ്റെബിലൈസ് ചെയ്യാനായി ഒരു കാര്യം മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ജനങ്ങളെ വേർപിരിക്കണം, കമ്മ്യൂണലിസം അധികമാകണം. ഒരുപക്ഷെ നമ്മൾ കമ്മ്യൂണലിസത്തെ ഇല്ലാതാക്കിയാൽ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാൻ അതൊരു വലിയ പരാജയമായിരിക്കും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് എന്ത് വ്യത്യാസമാണോ നമ്മുടെ ദേശത്തിലുള്ള ജനങ്ങൾക്കു നടുവിലുള്ളത്, ആ സമയത്ത് വെറുപ്പ് സൃഷ്ടിക്കുന്നവർ കാരണമാണ് പാകിസ്ഥാന് ഇത്രയും ധൈര്യം എന്നാണ്? അല്ല, ഈ സ്റ്റേറ്റ്മെന്റ് പാകിസ്ഥാൻ ഫോറിൻ സെക്രട്ടറി പറഞ്ഞതാ. പാകിസ്ഥാൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്, ഹിന്ദു മുസ്ലിമിന് ഇടയിലുള്ള വെറുപ്പ് അധികമാക്കി. സോ ഇത് അവരുടെ ശ്രമമായിരിക്കാം. പെഹൽഗാമിന് ശേഷം അവരുടെ ലക്ഷ്യം ഇതൊന്നു മാത്രമാണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാക്കണം. ഞാൻ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ കലാപം ഉണ്ടായി. പക്ഷെ നമ്മൾ പാകിസ്ഥാനെ അവരുടെ ഈ മോശമായ പ്ലാൻ നടക്കാതെ നമ്മൾ തടഞ്ഞു. പക്ഷെ ആ ക്രെഡിറ്റ് ഒരു സർക്കാരിനും പോയി ചേരില്ല. അത് ചേരേണ്ടത് ജനങ്ങളിലേക്കാണ്, ജനങ്ങൾക്ക്.